ഒരു വെള്ള ഷർട്ട് ഇപ്പൊ മുക്കി കഴിഞ്ഞാല് എന്താ സ്ഥിതി എന്ന് അറിയില്ല. കിണറിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കുറച്ച് മഞ്ഞ കളർ ഉണ്ട്, നല്ല ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പൊ മോട്ടർ അടിക്കുമ്പോൾ കറക്റ്റ് അതിന്റെ വെള്ളത്തിന്റെ സ്വഭാവം ഇപ്പോൾ മനസ്സിലാവും. ഫ്രാൻസ് ചേട്ടൻ മോട്ടർ അടിച്ചോ? അമ്മോ, ഫ്രാൻസ് ചേട്ടന്റെ വീട്ടിലെ ഇപ്പൊ മോട്ടർ അടിച്ച വെള്ളമാണ് ഇത് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് എങ്ങനെയുണ്ട് വെള്ളം? ഒരു ഗ്ലാസ് എടുത്തേ. ഇതാണ് കളറ്. ഇതിപ്പോ നമ്മള് മോട്ടർ അടിച്ചെടുത്ത കളറാ. പകുതി ഭാഗം കയ്യോ നനച്ചാൽ മതി അല്ലേ? ഇതിലേക്ക് പിടിക്കില്ല. കാരണം വെച്ചെങ്കിൽ ഫ്രഷ് ഷർട്ടായി കാരണേ വെള്ള ഷർട്ടിനെ കുറിച്ച് ചിന്തിക്കണ്ട. വെള്ള ഷർട്ട് വെള്ള കളറുള്ള ഡ്രസ്സ് എടുത്താൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇതേപോലെ വെള്ള ഷർട്ട് മുക്കുമ്പോഴാണ്. സാധാരണ മോട്ടർ അടിച്ച വെള്ളം ഇപ്പൊ നമ്മള് ആ വെള്ളം എടുത്ത പ്രീത്തെ മറ്റേ ഫിൽറ്ററുള്ള വെള്ളം ബക്കറ്റിൽ ഈ വെള്ളം കണ്ടില്ലേ? ഈ വെള്ളത്തിനെയാണ് നമ്മൾ ഈ വെള്ളാക്കിട്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫ്രാൻസ് എങ്ങനെ പിടിച്ചത്? എങ്ങനെയുണ്ട് സാധനം? അപ്പൊ ഇത് നല്ല എന്താ പറയാ, നമുക്ക് അതിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അതേ കളറായിട്ട് അല്ലേ? ഈ വെള്ളം ഇവിടെ കിട്ടും സ്ഥിരമായിട്ട്, ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടും. ഈ മഞ്ഞ കളർ വെള്ളം ഉണ്ടല്ലോ, അത് മാറും. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണത് ഇതേപോലത്തെ ഉള്ള പ്രശ്നങ്ങളുള്ള വെള്ളത്തിനെ ക്ലിയർ ആക്കി തരുന്നത്. ഫ്രാൻസ് ചേട്ടാ, നിങ്ങൾ പ്രീജിത്തിനെ വിളിച്ചു, പ്രീജിത്ത് വന്നു, ഈ വെള്ളത്തിനെ പ്രീജിത്ത് ഇതേപോലെ ആക്കിയിട്ടു. നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീജിത്തിനായിട്ട് കോൺടാക്ട് ചെയ്തോളാം. പ്രീജിത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. വെള്ളം ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി കിട്ടും.